السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ സ്വാലിഹീങ്ങളിൽ നമ്മയും നമ്മുടെ അഗ്രഹാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ വിവിധ മുറാദുകൾ കൊണ്ട് ദുആ കേൾപ്പിച്ചവർക്ക് അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ പൂർത്തിയാക്കി നൽകട്ടെ. അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടെ ജീവിച്ച് കഴിവ ചൊല്ലി ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പുണ്യദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ ബറക്കത്തിനെ നിരന്തരമായി അല്ലാഹുവിനോട് ചോദിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പവിത്രമായ മാസത്തിലൂടെ പരിശുദ്ധമായ റമളാനിലേക്കുള്ള മുന്നൊരുക്കത്തിന് തയ്യാറാവുകയാണ് എല്ലാ വിശ്വാസികളും. ഈ ഒരു മുന്നൊരുക്കത്തിലൂടെയാണ് റമളാനിനെ നാം വരവേൽക്കേണ്ടത്. മനസ്സും ശരീരവും ആത്മാവുമെല്ലാം ആത്മീയമായ ഉണർവുകൾക്ക് വേണ്ടി കൂടുതൽ സജ്ജമാക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ബറാഅത്ത് ശഅബാനിലെ ഏറെ വിശിഷ്ടമായ ദിവസമാണ്, സമയമാണ്. നമുക്കൊക്കെ അറിയാം, വർഷങ്ങളായി കാലങ്ങളായി നമ്മുടെ മുൻഗാമികളിലൂടെ നമ്മൾ ആചരിച്ചു പോരുന്ന ഒരു പവിത്രമായ ദിനമാണ്. ഈ വരുന്ന ബുധനാഴ്ചയാണ് ബറാഅത്തിന്റെ നോമ്പ്, ശഅബാൻ 15ന്റെ നോമ്പ്. ശഅബാൻ 15ന്റെ രാവ് ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രിയാണ്. നമ്മുടെ വീടുകളിൽ കൂടുതൽ ഇബാദത്തുകളുടെയും സൽക്കർമ്മങ്ങളുടെയും വേദിയാക്കുകയും ബുധനാഴ്ച പള്ളിയിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ ഇമാം മഅ്മുൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്വായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇബ്നു മാജാഹ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ ശഅബാൻ 15ന്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുകയും പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശാഫിഈ മദ്ഹബിലെ അനേകം ഫുഖഹാക്കൾ ശഅബാൻ 15ന്റെ നോമ്പ് പുണ്യകരമാണെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരമാവധി നമ്മളെല്ലാവരും ആ നോമ്പെടുത്ത് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശഅബാൻ 15ന്റെ രാത്രി എന്നത് പരിശുദ്ധ ഖുർആനിൽ ഏറെ പുണ്യമായി കൽപ്പിച്ചിട്ടുള്ള, പുണ്യമായി പരിചയപ്പെടുത്തിയ രാത്രിയാണ്. പരിശുദ്ധ ഖുർആൻ രാത്രിയെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ദുഖാനിൽ നമുക്ക് കാണാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. മുബാറക്കായ രാത്രിയിലാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ് ഈ ശഅബാൻ 15 രാത്രി. രണ്ട് രാത്രികളാണ് ഖുർആനിന്റെ അവതരണം കൊണ്ട് പ്രത്യേകമായത്. ഒന്ന് ലൈലത്തുൽ ഖദറാണ്, മറ്റൊന്ന് ശഅബാൻ 15ന്റെ ലൈലത്തുൽ മുബാറക്കയാണ്. ലൈലത്തുൽ ഖദറിലും പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായിട്ടുണ്ട്. ലൈലത്തുൽ മുബാറക്ക എന്ന് പരിചയപ്പെടുത്തിയ ഈ ശഅബാൻ 15ന്റെ രാത്രിയിലും വിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഒന്നാം ആകാശത്തേക്ക് സമ്പൂർണ്ണമായി ഇറക്കപ്പെട്ടത് ശഅബാൻ 15ന്റെ രാത്രിയിലാണ്. ആ ഒന്നാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ചുള്ള പ്രബലമായ വീക്ഷണങ്ങൾ. ഈ രണ്ട് അവതരണവും നടന്ന രാത്രികളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഒന്ന് ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞിട്ടുള്ളത്, മറ്റൊന്ന് ലൈലത്തുൽ ഖദർ എന്ന് പരിചയപ്പെടുത്തിയത്. രണ്ട് ഖുർആനിന്റെ അവതരണം കൊണ്ട് പ്രത്യേകമായ രാത്രികളാണ്. പക്ഷേ ലൈലത്തുൽ ഖദറിൽ നിന്നും ലൈലത്തുൽ മുബാറകയാകുന്ന ശഅബാൻ പ്രത്യേകമാകുന്നത് എങ്ങനെയാണ്?
ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രി എന്നാണ് എന്നത് മനുഷ്യർക്ക്, അടിമകൾക്ക് അല്ലാഹു നിർണയിച്ചു കൊടുത്തിട്ടില്ല, നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല, തീരുമാനിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ലൈലത്തുൽ മുബാറക ഏതാണ് എന്നത് കൃത്യമായി നമുക്കൊക്കെയും ബോധ്യപ്പെടാവുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മുബാറക്കായ രാത്രിയാണ്, ബറക്കത്തുള്ള രാത്രിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ ഒരു രാത്രിയിൽ, ആ രാത്രിയിൽ അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് മുക്തമാകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകാൻ പാടില്ല. അതിന്റെ മുമ്പും ശേഷവും വരാനിരിക്കുന്ന രാത്രികളെ പോലെ ആകരുത് ശഅബാൻ 15 രാത്രി. കാരണം അത് മുബാറക്കായ രാത്രിയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പരിചയപ്പെടുത്തിയത്. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണെന്ന്, റഹ്മത്തിന്റെ രാത്രിയാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബറാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മോചനം എന്നാണ്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബറാഅത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മോചനം എന്നാണ്. ഈ രാത്രിയിൽ അനേകം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന കാരണം കൊണ്ടാണ് ഈ രാത്രിക്ക് മോചനത്തിന്റെ രാത്രി എന്ന് നാമകരണം നൽകപ്പെട്ടത് എന്ന് ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പത്തെ രാത്രികളെ പോലെ ആകരുത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ശഅബാൻ 15 രാത്രി. ആ 15 രാത്രിയെ പുണ്യമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയുമോ ഈ ശഅബാൻ 15 രാത്രിയുടെ പുണ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ രാത്രിയിലാണ് ഒരു കൊല്ലത്തെ ജനിക്കാൻ പോകുന്ന മുഴുവൻ ആളുകളുടെയും സൃഷ്ടികളുടെയും വിവരങ്ങൾ നിർണയിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ്. അവർക്കുള്ള വിഭവങ്ങൾ നിർണയിക്കപ്പെടുന്ന രാത്രിയാണ്. അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നത് ഈ രാത്രിയിലാണ്. ഫിഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം എന്നാണ്. എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്ന, തീരുമാനിക്കപ്പെടുന്ന, വിഭജിക്കപ്പെടുന്ന രാത്രിയാണ്. ഇങ്ങനെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് കാലങ്ങളായി മശായിഖുമാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ തുടർന്നു പോരുന്നുണ്ട്. എല്ലാ ശഅബാൻ 15-ന്റെയും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതുക എന്ന ഒരു പതിവ് ഇമാമുകൾ നേരത്തെ പഠിപ്പിച്ച ഉലമാക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട, സൂഫികളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ചര്യയാണ്. 3 യാസീൻ ഓതണം. എന്തിനാണ് 3 യാസീൻ ഓതാൻ അവർ നിർദ്ദേശിച്ചത്? ഒന്നാമത്തെ യാസീൻ എന്ന് പറയുന്നത് നമുക്ക് ആയുസ്സിൽ വർധനമുണ്ടാകാൻ വേണ്ടിയാണ്, ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ നമ്മുടെ ഭക്ഷണത്തിലും വിഭവങ്ങളിലും ഒക്കെ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. മൂന്നാമത്തത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും നമ്മുടെ മരണം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാകാൻ വേണ്ടിയാണ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നത്, അതിനുവേണ്ടി നിർദ്ദേശം നൽകപ്പെട്ടത്. യാസീൻ ഓതിയിട്ടൊരു കാര്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ ആ ചോദ്യം തള്ളപ്പെടുകയില്ല എന്ന വിശ്വാസത്തിലാണ്. അത്രമേൽ പുണ്യമായി കൽപ്പിക്കപ്പെടുന്ന ഒരു സൂറത്താണ് യാസീൻ. മരണാസന്നരായി കിടക്കുന്ന ആളുകളുടെ മുമ്പിൽ പോലും പരിസരത്ത് സമീപത്ത് നിങ്ങൾ ഓതേണ്ടത് പരിശുദ്ധമായ യാസീൻ സൂറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സൂറത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ തള്ളപ്പെടില്ല എന്നറിയാം. പ്രത്യേകിച്ച് ഒരു വർഷത്തെ വിഭവങ്ങൾ തീരുമാനിക്കപ്പെടുന്ന, ആയുസ്സിനെ കണക്കാക്കപ്പെടുന്ന, നിഅമത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന, അല്ലാഹുവിന്റെ ബറക്കത്തുകൾ അടിമകൾക്ക് അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കാൻ തീരുമാനിക്കപ്പെടുന്ന ഒരു രാത്രിയിൽ അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക എന്നത് സാമാന്യമായി ഒരു വിശ്വാസി, ഓരോ വിശ്വാസിയും ചെയ്യേണ്ട കാര്യമാണ്. ഈ രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ആ രാത്രിയിൽ അല്ലാഹുവിനോട് പാപമോചനം ചെയ്യുന്ന ആളുകൾക്കൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അവരോട് പാപമോചനം ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും. പക്ഷെ 5 വിഭാഗം ആളുകൾക്ക് അല്ലാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതം മദ്യത്തിലായി ജീവിതം കഴിച്ചുകൂടുന്ന ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകില്ല. മനസ്സിൽ വിദ്വേഷം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഈ ദിവസത്തിൽ, ഈ രാത്രിയിൽ അല്ലാഹു മാപ്പ് നൽകില്ല. വ്യഭിചാരത്തെ പതിവാക്കിയ ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളോട് വെറുപ്പിന്റെ ഭാഷയിൽ സംസാരിക്കുകയും അവരോട് വെറുപ്പ് വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുന്നതല്ല. ഈ രാത്രി അവൻ മാപ്പ് കൊടുക്കുന്നില്ല. അതുപോലെ സിഹറിന്റെയും മാരണത്തിന്റെയും ജ്യോത്സ്യത്തിന്റെയും ആളുകളായി ജീവിതം കഴിച്ചുകൂട്ടുന്ന ആളുകൾക്ക് അവർക്കൊരിക്കലും അല്ലാഹു ഈ രാത്രിയിൽ മാപ്പ് കൊടുക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രാത്രി അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിനെ സംബന്ധിച്ച്, ഈ ജനതയെ സംബന്ധിച്ച്, ഈ സമുദായത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള രാത്രിയാണ്. കാരണം ഈ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശുപാർശ ലഭിക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബിന് വാഗ്ദത്തം നൽകപ്പെട്ട രാത്രിയാണ്. ശഅബാൻ 13-ന്റെയും 14-ന്റെയും 15-ന്റെയും രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് കൂടുതൽ ഇബാദത്ത് ചെയ്യുകയും കൂടുതലായി ദുആ ചെയ്യുകയും കൂടുതലായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ 15-ന്റെ രാത്രിയിലാണ് ഈ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും
ശുപാർശ ചെയ്യാൻ, അന്ത്യനാളിൽ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട രാത്രിയാണ്. നമ്മളും അതിന്റെ ഉപഭോക്താക്കളാണ്, അതിന്റെ ഗുണഭോക്താക്കളാണ്. നമുക്കും അതിന്റെ ഉപകാരമുണ്ടാകും. ആഖിറത്തിൽ നമുക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അധികാരം നൽകപ്പെട്ട രാത്രി കൂടിയാണ് ശഅബാൻ 15ന്റെ രാത്രി. ഈ രാത്രിയിൽ അനേകം ഫضലുകൾ പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാ അമലുകളും കണക്കാക്കപ്പെടുകയും ആയുസ് കണക്കാക്കപ്പെടുകയും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയും ചെയ്യുന്ന രാത്രിയാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ രാത്രിയിൽ സൂറത്തു ദുഖാൻ പാരായണം ചെയ്യണേ എന്ന് പ്രത്യേകമായി മുൻഗാമികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ രാത്രിയുടെ പവിത്രതയെ ഉൾക്കൊള്ളുവാനും ആ ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രിയിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമായി ബുധനാഴ്ചയിൽ നോക്കിപ്പിടിക്കുവാനും നമ്മൾ സജ്ജമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നന്മകളുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട കാലമാണ്. കാരണം പഴയകാലത്തൊക്കെ നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങളും വേദികളും ഒക്കെ കൂടുതലായിരുന്നു. തിന്മകളുടെ വാതിലുകൾ ആപേക്ഷികമായി കുറവായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. തിന്മകളുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ മലർക്കേ തുറക്കപ്പെട്ടിരിക്കുകയാണ്. നന്മകളുടെ വാതിലുകൾ ആപേക്ഷികമായി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് എവിടെയാണോ നന്മകളുടെ ഇടങ്ങളുള്ളത്, നന്മയുടെ നീരുറവ എവിടെയാണുള്ളതെങ്കിൽ അത് തേടിപ്പിടിച്ച് നന്മകളെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുവാനുള്ള പരിശീലനങ്ങൾ ഒരു വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകണം. ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഖൈറുകളിലേക്ക്, നന്മകളിലേക്ക് നിങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് സ്വീകരിക്കാൻ നിങ്ങൾ അതിലേക്ക് മുന്നിട്ടിറങ്ങുക എന്ന് ആണ് പറഞ്ഞതുപോലെ ആ നന്മകളെ സ്വീകരിക്കുവാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.